ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ഇന്ന് മൊഡ്യൂൾ 4 ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ ഉണ്ടാകുന്ന ട്രബിൾസും അതിൻ്റെ റെമഡീസും ആണ്. ഓക്കെ, അപ്പം മെയിൻലി 3 പ്രശ്നങ്ങളാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ആ ഒരു ഓപ്പറേഷൻ്റെ ടൈമിൽ ആ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിനുള്ളിൽ ഒക്കൂർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് വൺ ഓർഡർ നോയ്സൻസ്, സെക്കൻഡ് വൺ പോണ്ടിങ് നോയ്സൻസ്, തേർഡ് വൺ ഫ്ലൈ നോയ്സൻസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിലെ ഓർഡർ നോയ്സൻസിനെ പറ്റി പറഞ്ഞാൽ എന്താണ്, എന്തോ ബാഡ് സ്മെൽ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം അതാണ് ഓർഡർ നോയ്സൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂ ടു അനറോബിക് ഡീകമ്പോസിഷൻ, സ്ലഡ്ജിങ് ആൻഡ് അൺഡിസൈറബിൾ ഗ്രോത്ത്. ഓക്കെ, അപ്പം ഈ നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ മേളിൽ എയറോബിക് ആയിട്ടുള്ള ഡീകമ്പോസിഷനോ അല്ലെങ്കിൽ സ്ലഡ്ജിങ്ങോ അല്ലെങ്കിൽ അൺഡിസൈറബിൾ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആണ് ഈ പറയുന്ന ഓർഡർ പുറത്തോട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ഫിൽറ്റർ ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, അപ്പോൾ എന്തോ ഒരു പ്രശ്നം ട്രിക്ലിംഗ് ഫിൽറ്ററിനുള്ളിലുണ്ട് എന്നുള്ളതാണ് ഈ ഓർഡർ ഉണ്ടായാൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? അതിനുള്ള റെമഡീസ് എന്ന് വെച്ചാൽ, ഒന്ന്, ദ എഫ്ലുവൻറ്റ് ഒപ്റ്റെയിൻ ഫ്രം ദി ഫിൽറ്റർ ക്യാൻ ബി റീസർക്കുലേറ്റഡ് ടു കണ്ടിന്യൂ എയറോബിക് കണ്ടീഷൻ ആൻഡ് പ്രിവെൻറ്റ് അനറോബിക് കണ്ടീഷൻ. ഓക്കെ, അപ്പം നമ്മൾ അറിയാലോ ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്ന് താഴോട്ട് പോകുന്ന വാട്ടർ അത് ഇച്ചിരി കൂടെ ഫിൽറ്ററായി ആണല്ലോ വരുന്നത്. അപ്പം അതെന്ന് പറയുന്നത് അത് നമ്മൾ എഫ്ലുവൻസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എഫ്ലുവൻറ്റിനകത്ത് എയറോബിക് കണ്ടന്റ് ഇച്ചിരി കൂടുതലുണ്ടല്ലോ, എയറിൻ്റെ പ്രസൻസ് കാണും. ഓക്കെ, അപ്പം നമ്മൾ ഇച്ചിരി ലാസ്റ്റ് നമ്മൾ ഈ താഴോട്ട് പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന വാട്ടറെ നമ്മൾ വേറെ അണ്ടർ ഡ്രെയിൻസ് വഴി പൈപ്പിൽ നിന്ന് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ എഫ്ലുവൻറ്റിനെ ഒന്നും കൂടെ നമ്മുടെ ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കുറച്ച്, അതിലെ എല്ലാം എടുത്തിട്ടല്ല, അതിൽ കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഒരു എയറിന്റെ പ്രസൻസ് ഉള്ള കുറച്ച് വാട്ടർ ട്രിക്ലിംഗ് ഫിൽറ്ററിനുള്ളിൽ വരും. ഓക്കെ, അപ്പോൾ അവിടെ ആനറോബിക് കണ്ടീഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തൊരു റെമഡി, മെയിൻറ്റെയിനിങ് എ വെൽ വെന്റിലേറ്റഡ് ഫിൽറ്റർ ഐദർ ബൈ നാച്ചുറൽ ഓർ ഫോഴ്സ്ഡ് വെന്റിലേഷൻ. ഫോഴ്സ്ഡ് വെന്റിലേഷനോ അല്ലെങ്കിൽ നാച്ചുറൽ വെന്റിലേഷനോ കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു വെന്റിലേഷൻ ആ ഒരു ഫിൽറ്ററിനുള്ളിൽ കിട്ടും. അപ്പം അപ്പോഴും എയറുമായിട്ട് പ്രസൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ആ പറയുന്ന സ്മെല്ല് ഉണ്ടാകുന്നില്ല, അനറോബിക് കണ്ടീഷൻ ആകുന്നില്ല. ഓക്കെ, അടുത്ത റെമഡി, ദ സീവേജ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എയറോബിക് കണ്ടീഷൻ ബൈ ക്ലോറിനേറ്റിംഗ് ഇറ്റ് ബിഫോർ പ്രൈമറി സെറ്റിലിംഗ് ട്രീറ്റ്മെന്റ്. ഓക്കെ, പ്രൈമറി സെറ്റിലിംഗ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ആ ഒരു സീവേജ്, അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സീവേജിനെ നമ്മൾ എയറോബിക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സീവേജ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എയറോബിക് കണ്ടീഷൻ ബൈ ക്ലോറിനേറ്റിംഗ് ഇറ്റ് ബിഫോർ പ്രൈമറി സെറ്റിലിംഗ് ട്രീറ്റ്മെന്റ്. പ്രൈമറി സെറ്റിലിംഗ് ട്രീറ്റ്മെന്റിന് മുന്നേ ആയിട്ട് നമുക്ക് അതിനെ എയറോബിക് കണ്ടീഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ക്ലോറിനേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴും എയറിന്റെ ഒരു പ്രസൻസ് വരുന്നതുകൊണ്ട് അവിടെ ആനറോബിക് കണ്ടീഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു ഓർഡർ നോയ്സൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള റെമഡീസ്. ഓക്കെ, അടുത്ത ട്രബിൾ എന്ന് പറയുന്നത് ഏതായിരുന്നു? പോണ്ടിങ് നോയ്സൻസ്. ഓക്കെ, അപ്പം പോണ്ടിങ് നോയ്സൻസ് എന്ന് പറയുമ്പം ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം എന്തോ കെട്ടിക്കിടക്കുന്നു, എന്തോ വെള്ളം പോലെ ഇങ്ങനെ പോണ്ട് പോലെ കെട്ടിക്കിടക്കുന്നു എന്ന് മനസ്സിലായി. അത് കെട്ടിക്കിടക്കാൻ എന്തോ ആയിരിക്കും ചാൻസ്? ആ ഒരു ഫിൽറ്റർ മീഡിയയിൽ ചെറിയ ചെറിയ വോയിഡ് സ്പേസ് കൂടെ ആണല്ലോ വെള്ളം ഇറങ്ങി പോകേണ്ടത്. ആ വോയിഡ് സ്പേസ് എല്ലാം എന്താണ്, ക്ലോഗ് ആയി പോകുമ്പോഴായിരിക്കും ഈ പറയുന്ന പോണ്ടിങ് ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, നമുക്കിനി ഇത് വായിക്കാം. When all the voids of the trickling filters are filled up due to choking by heavy fungus or other suspended matters, the sewage cannot pass through the filter and accumulate at the surface in the shape of a pond. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആ പറയുന്ന വോയിഡ് സ്പേസ് എല്ലാം ഇങ്ങനെ ഫില്ലായി ചോക്കിങ് കാരണം എന്ന് വെച്ചാൽ ഫംഗസ്, ഓർഗാനിക് മാറ്റർ, സസ്പെൻഡഡ് മാറ്റേഴ്സിന്റെ ഒക്കെ പ്രസൻസ് കാരണം വോയിഡ് സ്പേസ് എല്ലാം അങ്ങ് അടഞ്ഞു പോകും. അപ്പോഴേക്കും എന്താ, വാട്ടർ താഴോട്ട് ഇറങ്ങി പോകത്തില്ല. അപ്പം മേളിൽ ആയിട്ട് തന്നെ ഇത് ഒരു പോണ്ട് പോലെയും കിടക്കും. Ponding decreases filter ventilation, reduces effective volume of the filter and reduces filter efficiency. ഓക്കെ, പോണ്ടിങ് ഉണ്ടായാൽ മൊത്തത്തിൽ ആ ഒരു ഫിൽറ്ററിന്റെ എഫിഷ്യൻസിനെ ബാധിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന പോണ്ടിങ് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈ ഡ്രൈയിങ് ദി ഫിൽറ്റർ മീഡിയ ഫോർ 12 to 48 hours by exposing it to the sun and loosening the aggregate with steel bars. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ പറയുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അതിനെ ഡ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫിൽറ്റർ, ആ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ നമ്മൾ സണ്ണിൽ പുറത്ത് കൊണ്ടുവെക്കും, ഒരു 12 to 48 hours വെക്കും. എന്നിട്ട് മേളിലത്തെ ആ ഒരു ഫിൽറ്റർ മീഡിയനെ സ്റ്റീൽ ബാർ വെച്ചിട്ട് ഒന്ന് ലൂസൻ ചെയ്യുമ്പോൾ ആ ക്ലോഗ് ചെയ്തെല്ലാം അങ്ങ് താഴോട്ട് ഇറങ്ങി അങ്ങ് പൊക്കോളും. ഓക്കെ,
രണ്ടാമത്തെ മെത്തേഡ് ബൈ വാഷിംഗ് ആൻഡ് ഫ്ലഷിംഗ് ദി ഫിൽട്ടർ മീഡിയ വിത്ത് ഹൈ വെലോസിറ്റി വാട്ടർ ജെറ്റ് ആൻഡ് സൈമിൾട്ടേനിയസ്ലി ലൂസിങ് ദി അഗ്രിഗേറ്റ് വിത്ത് സ്റ്റീൽ ബാർ. എന്തെടുക്കാന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹൈ ആയിട്ടുള്ള പ്രഷറിൽ ഹൈ വെലോസിറ്റിയിൽ വരുന്ന വാട്ടർ ജെറ്റ് മേളിൽ കൂടെ നമ്മൾ ഈ പറയുന്ന ഫിൽട്ടർ മീഡിയ കൂടെ കൊടുക്കുമ്പോൾ ഫ്ലഷ് ചെയ്യുമ്പോഴേക്കും എന്താ പറ്റുന്നത്, ആ ഫിൽട്ടർ മീഡിയ അങ്ങ് വാഷായി താഴോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ആ ക്ലോഗ് ചെയ്തതെല്ലാം താഴോട്ട് ആ ഒരു ഫിൽട്ടർ മീഡിയയുടെ ഏറ്റവും ബോട്ടം വരത്തെയും നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റീൽ ബാർ വെച്ചിട്ട് ആ മേളത്തെ ഫിൽട്ടർ മീഡിയ ഒന്ന് ഇങ്ങനെ ഒരു ചിരണ്ടി കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ബൈ ഫ്ലഡിങ് the filter top with water and allowing it to stand for 24 hours. ഓക്കെ, ആ ഫിൽറ്ററിന്റെ മേലിലായിട്ട് 24 hours നിൽക്കുന്ന രീതിയിൽ സാധാ വാട്ടർ ഒന്ന് ഫ്ലഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. വിത്തിൻ ദിസ് പീരിയഡ് ദ ഇമ്പ്യൂരിറ്റീസ് ഫിൽഡ് ഇൻ ദി വോയിഡ്സ് ഓഫ് ദി ഫിൽട്ടർ മീഡിയ ഷാൽ ബി വാഷ് ഡൗൺ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമിൽ ഈ വാട്ടറിന്റെ കൂടെ താഴോട്ട് വാട്ടർ എന്തായാലും അങ്ങനെ കെട്ടിക്കിടക്കില്ലല്ലോ, കുറെ നേരത്തേക്ക് കഴിയുമ്പോഴേക്കും ആ വാട്ടർ ഇറങ്ങി പോകും. അപ്പൊ ഇറങ്ങി പോകുന്നതിൻ്റെ കൂടെ ആ വോയിഡ് സ്പേസിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസും അങ്ങ് വാഷ് ചെയ്ത് പോകും. ഓക്കെ, അടുത്ത ലാസ്റ്റ് മെത്തേഡ് ബൈ അപ്ലൈയിങ് ഹെവി ഡോസ് ഓഫ് ക്ലോറിൻ ഓർ ക്ലോറിനേറ്റഡ് ലൈം അപ് ടു എ റെസിഡ്യൂവൽ ഓഫ് 5 ppm ഇൻ ദി ഫിൽട്ടർ ഇൻഫ്ലുവൻറ്റ് ആഫ്റ്റർ എവറി 2 to 3 days. ഓക്കെ, ഈ പറയുന്ന ഫിൽറ്ററിലോട്ട് വരുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് വരുന്ന ഇൻഫ്ലുവൻറ്റ് എന്നാണല്ലോ പറയുന്നത്, അതിനകത്തോട്ട് നമ്മൾ ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ലൈം 5 ppm റെസിഡ്യൂവൽ ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 ppm ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിൽ ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യുമ്പം ആ കുറേയൊക്കെ അങ്ങ് അലിഞ്ഞു പോകും, ബാക്കി കുറച്ച് റെസിഡ്യൂവൽ ആയിട്ട് കിടക്കും. അതിനെയാണ് റെസിഡ്യൂവൽ എന്ന് പറയുന്നത്. അപ്പം അത് 5 ppm ആയിരിക്കണം. ഓക്കെ, അടുത്തത് ദ ക്ലോറിനേറ്റഡ് ഇൻഫ്ലുവൻസ് ഷുഡ് ബി റീസർക്കുലേറ്റഡ് ഫോർ ഓപ്പണിംഗ് ദി വോയിഡ്സ് ഓഫ് ദി ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ ഈ ക്ലോറിനേറ്റഡ് ഇൻഫ്ലുവൻറ്റ് എന്തെടുക്കാന്ന് വെച്ചാൽ ഫിൽറ്ററിന്റെ വോയിഡ് സ്പേസ് റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള ഗ്യാപ്പ് ഒക്കെ ഇച്ചിരി ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ആ ക്ലോഗിങ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് പോണ്ടിങ് നോയിസൻസ് അവോയ്ഡ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, തേർഡ് ട്രബിൾ എന്ന് പറയുന്നത് ഫ്ലൈ നോയിസൻസ് ആണ്. അതെന്തായിരിക്കും ഫ്ലൈ നോയിസൻസ്? എന്തായിരിക്കും, പറക്കുന്ന എന്തോ ഒരു ഇൻസെക്ട് പോലത്തെ സാധനം മേളിൽ വന്ന് കിടക്കുന്നു. ഓക്കെ, അപ്പൊ അതും പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പം അതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് ദി മേജർ ട്രബിൾ അറ്റ് ദി സൈറ്റ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ദ ഓപ്പറേഷൻ ഓഫ് ദി ട്രിക്ലിംഗ് ഫിൽട്ടർ ഈസ് ഡൺ അറ്റ് വെരി ലോ റേറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ ചെറിയ റേറ്റിലായിരിക്കും ചെയ്യുന്നത്. സ്മോൾ മോത്ത് ലൈക്ക് ഫ്ലൈസ് ബ്രീഡ് ആൻഡ് ആർ ഡെവലപ്ഡ് അറ്റ് ദി സൈറ്റ്. അപ്പം ചെറിയ മോത്ത് പോലത്തെ ഫ്ലൈസ് ആ ഒരു ഏരിയയിൽ ബ്രീഡ് ചെയ്യും, അതങ്ങ് ആ സൈറ്റിൽ ഫുള്ള് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ആ ഫിൽട്ടർ ഫ്ലൈനെ നമുക്ക് സൈഫോഡ എന്നാണ് നമ്മൾ പറയുന്നത്. സ്പെല്ലിംഗ് നിങ്ങൾ നോട്ട് ചെയ്തോണം. The very small size can enter through the window mesh or screen and enter into the nose, mouth, ears and eyes of people and animals and cause great trouble to them. ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് തന്നെ അതിന് വിൻഡോ മെഷിൽ കൂടെ തന്നെ അകത്തോട്ട് കയറി ആൾക്കാരുടെ കണ്ണിലും മൂക്കിലൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയും ട്രബിൾസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം ദ ലൈഫ് ഓഫ് ഫിൽട്ടർ ഫ്ലൈ, ഈ പറയുന്ന ആ ഒരു ഫിൽട്ടർ ഫ്ലൈയുടെ ലൈഫ് എന്ന് പറയുന്നത് 22 days ആണ് അറ്റ് 15.5 degrees Celsius. ഓക്കെ, ബട്ട് ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ ലൈഫ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ 29 degrees Celsius ആക്കിയാൽ അതിന്റെ ലൈഫ് ജസ്റ്റ് 7 days കാണത്തുള്ളൂ. ഓക്കെ, അതേപോലെ ദ ഫിൽട്ടർ ഫ്ലൈ ഓൾസോ ഇന്റർഫിയർ വിത്ത് ദി വർക്കിംഗ് ഓഫ് ഫിൽട്ടർ ആസ് ഇറ്റ് റീച്ചസ് ഇൻ ദി ഫിൽട്ടർ മീഡിയ ആൻഡ് ചോക്സ് ഇറ്റ്. അത് ഈ ഫിൽട്ടർ മീഡിയയുടെ ഉള്ളിലോട്ട് കയറി ചെല്ലുകയും അതിന്റെ ആ ഒരു വോയിഡ് സ്പേസ് ഒക്കെ അങ്ങ് ചോക്കിങ് ആയി ക്ലോഗ് ചെയ്യാനും ചാൻസ് ഉണ്ട്. In its larval stage, it is found in gelatinous film covering the filter. ഓക്കെ, അത് ലാർവ സ്റ്റേജ് ആകുമ്പോൾ ആ സമയത്ത് അതൊരു ജെലാറ്റിനസ് ഫിലിം പോലെ ഈ ഫിൽട്ടർ മീഡിയയുടെ മേളിൽ ഇങ്ങനെ കിടക്കും. പിന്നെയാണ് അത് വലുതായിട്ട് ഫ്ലൈ ആയി മാറുന്നത്. ഓക്കെ, ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് ബൈ ക്ലോറിനേറ്റിംഗ് ദി സീവേജ് ദ ക്ലോറിൻ വിൽ കിൽ ഓൾ ദി ലാർവ ആൻഡ് ദി ഫ്ലൈ. നമ്മൾ കൊടുക്കുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് വരുന്ന വാട്ടറിനെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അത് ഈ പറയുന്ന ഫ്ലൈസിനെയൊക്കെ കില്ല് ചെയ്തോളും, കാര്യം ക്ലോറിന് അതിന് പറ്റത്തില്ല. ഓക്കെ, അടുത്തത് ബൈ ആഡിങ് ഇൻസെക്ടിസൈഡ് സച്ച് ആസ് DDT ഇൻ ദി സീവേജ് ആൻഡ് സ്പ്രിംഗ്ലിംഗ് ഇറ്റ് ഫ്രം ടൈം ടു ടൈം ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ഓൺ ദി സൈറ്റ് ഓഫ് ദി ട്രീറ്റ്മെന്റ് യൂണിറ്റ്. ഓക്കെ, ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ DDT അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഫ്ലഡിങ് ഓഫ് ദി ഫിൽട്ടർ ഫോർ അബൌട്ട് 24 hours. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഒന്ന് ഫ്ലഡ് ചെയ്ത് 24 മണിക്കൂറിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും.
അതേപോലെ അത് വീക്ക്ലി ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ബൈ സ്പ്രിംഗ്ലിംഗ് ലൈം അറ്റ് ദി സൈറ്റ് ആൻഡ് അറ്റ് ഓൾ പ്ലേസസ് വെയർ ഇറ്റ്സ് ലാർവ ആർ ബ്രീഡിങ്. ഓക്കെ, ലൈം ആ ഒരു സൈറ്റിലും അതിന് ചുറ്റുമൊക്കെ സ്പ്രിംഗിൾ ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. അഞ്ചാമത്തെ മെത്തേഡ് ജെറ്റിംഗ് ഡൗൺ ദി ഇൻസൈഡ് വോൾസ് ഓഫ് ദി ഫിൽട്ടർ വിത്ത് എ ഹൈ പ്രഷർ ഹോസ്. ഓക്കെ, ഈ ഫിൽട്ടറിന്റെ ഇൻസൈഡ് വോളിൽ എല്ലാം എന്താ പറയുന്നത് ഹൈ പ്രഷർ ഹോസ് വെച്ചിട്ട് നല്ല പ്രഷറിൽ വരുന്ന വാട്ടർ വെച്ചിട്ട് ജെറ്റ് ചെയ്ത് വിടുന്നതും ഈ പറയുന്ന ഫ്ലൈസ് എല്ലാം ചത്തുപോകാനും നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് സാധാ കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ പറ്റിയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഹൈ റേറ്റിൽ നമുക്ക് അവിടെ ഫിൽട്രേഷൻ അപ്പം ഹൈ റേറ്റിലായിരിക്കും കിട്ടുന്ന ഫിൽറ്റേഴ്സിനെ പറ്റി നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം HRTF എന്ന് നമുക്ക് ഇതിനെ ഷോർട്ടായിട്ട് പറയാം. ഓക്കെ, ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ HRTF. Okay, hydraulic as well as organic loading of HRTF is many times more than the low rate or SRTF, സ്ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന HRTFന്റെ ഹൈ റേറ്റിന്റെ ഹൈഡ്രോളിക്കും ഓർഗാനിക് ലോഡിങ്ങും മെനി ടൈംസ് മോർ ആണ്, ഒത്തിരി ഹൈ ആണ്. ഓക്കെ, മെയിൻ ഡിഫക്റ്റ് ഓഫ് SRTF സ്ലോ റേറ്റിന്റെ മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതിന് ലാർജ് ഏരിയ വേണ്ടി വരും, അതേപോലെ ഹൈ ഇനീഷ്യൽ കോസ്റ്റുമാണ്. ഓക്കെ, experiments conducted on trickling filters with increase in the rate of sewage flow revealed the following points. ഓക്കെ, അപ്പം നമ്മൾ സാധാ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പം ഹൈ റേറ്റിലാണ് നമ്മൾ സീവേജിന് ഫ്ലോ കൊടുത്തത്. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, as the flow increases, the thickness of biofilm reduced and organic material deposited on the surface is continuously washed away with the effluent. ഓക്കെ, നമ്മൾ ഫ്ലോ കൂട്ടുമ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ബയോഫിലിമിന്റെ ആ തിക്നെസ് കുറഞ്ഞു വരികയും എഫ്ലുവന്റിന്റെ കൂടെ തന്നെ ആ ഓർഗാനിക് മാറ്റർ എല്ലാം അങ്ങ് വാഷ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, അടുത്തത് തിന്നർ ബയോഫിലിം ഇസ് മോർ എഫിഷ്യന്റ് ആൻഡ് സപ്ലൈസ് മോർ കണ്ടിന്യൂസ് ന്യൂട്രിയൻസ് ടു ദി എയറോബിക് ബാക്ടീരിയ. തിന്നർ ബയോഫിലിം ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ എഫിഷ്യന്റ്. കാര്യം അപ്പം അത്രയും കുറച്ച് എന്താണ് എയറോബിക് ബാക്ടീരിയ കാണത്തുള്ളൂ, അപ്പോൾ അതിനാവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടും. ഓക്കെ, അടുത്തത് ലെസർ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബിക്കോസ് ഓഫ് റിഡക്ഷൻ ഇൻ കോണ്ടാക്ട് പീരിയഡ്. ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ കുറവാണ്, കാര്യം അധികം കോണ്ടാക്ട് പീരിയഡ് അവിടെ കിട്ടുന്നില്ല. നാലാമത്തത് സിൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലെസ് ഡിഗ്രേഡഡ് മാറ്റർ റീച്ചസ് ദി സെറ്റിലിംഗ് ടാങ്ക്. ഓക്കെ, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് സിൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലെസ് ഡിഗ്രേഡഡ് മാറ്റർ. ഓക്കെ, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ആയിട്ടുള്ള ഡിഗ്രേഡഡ് മാറ്റേഴ്സ് കുറവുള്ള എഫ്ലൂവൻ്റ് ആണ് എത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോഡ് ഓൺ SST കൂടുതലായിരിക്കും. ഓക്കെ, കാര്യം SST എന്ന് പറയുന്നത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് ആണ്. അപ്പൊ അങ്ങോട്ട് ഒത്തിരി എമൗണ്ട് ഓഫ് വാട്ടർ ചെല്ലുമ്പോൾ അതിന്റെ മേലോട്ടുള്ള ലോഡ് കൂടുതലായിരിക്കും ഈ ഒരു കേസിൽ. അതേപോലെ തന്നെ ദ സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് HRTF ഇസ് നോട്ട് ഈസിലി ഡൈജസ്റ്റബിൾ. ഓക്കെ, അപ്പം ഈ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഹൈ റേറ്റ് ആണെങ്കിൽ ഉള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇതിപ്പം ഒരു ഹൈ റേറ്റ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പം ഹൈ റേറ്റിൽ കിട്ടുന്ന സ്ലഡ്ജ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇനീഷ്യൽ കോസ്റ്റ് എക്സെട്ര ഡിഗ്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, പിന്നെ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടുന്തോറും അവിടുത്തെ കോസ്റ്റും അതേപോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഒരു സാധാ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ ഹൈ റേറ്റിൽ സേവേജിന്റെ ഫ്ലോ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു സാധാ ഒരു SRTF സ്ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്താലാണ് നമുക്കതിനെ ഹൈ റേറ്റ് ഫിൽട്രേഷൻ ആക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഒന്ന്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫിൽറ്ററിംഗ് മീഡിയ ഈസ് യൂസ് ടു ഗീവ് മോർ സ്പെസിഫിക് ഏരിയ. ഓക്കെ, അപ്പം സ്പെസിഫിക് ഏരിയ കൂടുതൽ വേണം, അതിന് നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫിൽറ്ററിംഗ് മീഡിയ യൂസ് ചെയ്യേണ്ടി വരും. അടുത്തത്, ഡെപ്ത് ഓഫ് ഫിൽറ്റർ മീഡിയ ഇസ് റെഡ്യൂസ് ടു 1.5 to 2 meter സോ ആസ് ടു ഒബ്റ്റെയിൻ ബെറ്റർ എയറേഷൻ. ഓക്കെ, നല്ല എയറേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡെപ്ത് അങ്ങ് ഒത്തിരി ഡെപ്ത് ആയി കഴിഞ്ഞാൽ താഴോട്ട് ചെല്ലുന്നതോറും നമുക്ക് അവിടെ എയറേഷൻ എയർ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഡെപ്ത് അങ്ങ് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം 1.5 to 2 meter വരെയൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ കൊടുക്കാറ്. അടുത്തത്, സൈസ് ഓഫ് ദി അണ്ടർ ഡ്രെയിൻ ഈസ് increased and their slope is also made steeper so that more effluent collected and conveyed to secondary settling tank.
മോർ ക്വിക്ലി. ഓക്കെ, അപ്പം അണ്ടർ ഡ്രെയിൻസിന്റെ സൈസ് നമ്മൾ എപ്പോഴും ഇച്ചിരി ഹൈ ആക്കി വെക്കുക, കൂടുതൽ വെക്കുക. ഇച്ചിരി ഒരു സ്ലോപ്പോട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഫ്ലൂയിഡിനെ കളക്ട് ചെയ്യാനും സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് നല്ല സ്പീഡിൽ ക്വിക്ലി കൊടുക്കാനും പറ്റും. നാലാമത്തെ പോയിന്റ് ദ സ്പീഡ് ഓഫ് ദി റൊട്ടേഷൻ ആണ്. നമ്മൾ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വാട്ടർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്ന ന്യൂസൽസ് ഉള്ള ഒരു ആംസിൽ ഡിസ്ട്രിബ്യൂഷൻ ആംസ് സാധാരണ റൊട്ടേറ്റിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. റൊട്ടേഷൻ ആം എന്ന് നമുക്ക് പറയാം. അപ്പം അതിന്റെ സ്പീഡ് 2 RPM വരെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പം നമുക്ക് ഹൈഡ്രോളിക് ലോഡിങ്ങും അതിനനുസരിച്ച് കൂടും. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് കപ്പാസിറ്റി ഓഫ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് XST ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ടു കോപ്പ് അപ്പ് വിത്ത് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ആൻഡ് സോളിഡ്സ് കമ്മിങ് ഔട്ട് ഓഫ് ട്രിക്കിളിംഗ് ഫിൽട്ടർ. അപ്പം നമ്മൾ ഈ ഹൈ റേറ്റ് ആക്കുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിന്റെ കപ്പാസിറ്റി കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഹൈ ആക്കുന്നത് നല്ലതായിരിക്കും. കാര്യം അത്രയും എമൗണ്ട് ഓഫ് എഫ്ലൂവന്റ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഇതിന് താങ്ങണമെങ്കിൽ അതിന്റെ സൈസ് ഇച്ചിരി കപ്പാസിറ്റി ഇച്ചിരി കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാ ഒരു SRTF നടത്തേണ്ട മോഡിഫിക്കേഷൻ ടു മേക്ക് ഇറ്റ് ആസ് എ ഹൈ റേറ്റ് ട്രിക്കിളിംഗ് ഫിൽട്ടർ. ഓക്കെ, ഇനിയും ഹൈ റേറ്റ് ട്രിക്കിളിംഗ് ഫിൽട്ടറിൽ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ മീഡിയയെ പറ്റി പറഞ്ഞാൽ അസ് ഇൻഡിക്കേറ്റഡ് ഇൻ ടേബിൾ 13.3 വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റോൺ സൈസ് ദ സ്പെസിഫിക് സർഫസ് ഏരിയ ഡിക്രീസസ് ബട്ട് ദി പേഴ്സൺ വോയിഡ് സ്പേസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിൾ നോക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോണിന്റെ സൈസ് കൂടുന്തോറും സ്പെസിഫിക് സർഫസ് ഏരിയ കുറയും, പക്ഷെ വോയിഡ് സ്പേസ് കൂടും. ഓക്കെ, അത് നമുക്കറിയാലോ. ഒരു 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 ടൈപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് കുറച്ച് കല്ലെടുത്താൽ അതിന്റെ ആ കല്ലുകളുടെ സൈസ് കൂടുന്തോറും അവിടുത്തെ സ്പെസിഫിക് സർഫസ് ഏരിയ കുറയും, പക്ഷെ അത് എല്ലാം കൂടെ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള വോയിഡ് സ്പേസ് കൂടും. ഓക്കെ, സൈസ് കൂടുന്തോറും ആ ഒരു മീഡിയയുടെ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഗ്രാനൈറ്റ് അങ്ങനെ കുറേ മീഡിയാസ് പറയുന്നുണ്ട്. അതിന്റെ സൈസ് നിങ്ങൾ നോക്കിയാൽ കൂടിക്കൂടി പോരുവാണ്. ഓക്കെ, അപ്പം 25 to 75 mm, പിന്നെ 100 ആയി, പിന്നെ 50, അങ്ങനെ സൈസ് കൂടുന്തോറും എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ ഈ വാല്യൂ നോക്കിയേ ഇത് കുറഞ്ഞു പോരുന്നു. പക്ഷേ വോയിഡ് സ്പേസിന്റെ വാല്യൂ കൂടി പോരുന്നു. ഓക്കെ, അപ്പം എപ്പോഴും വോയിഡ് സ്പേസ് കൂടുന്നതാണ് നമുക്ക് നല്ലത്. കാര്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോരും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിനിടയ്ക്ക് ഓർഗാനിക് മാറ്റർ എല്ലാം ഡിസിൻറ്റഗ്രേറ്റും കൂടെ ആകണം. ട്രിക്കിളിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് തന്നെ ബയോളജിക്കൽ പ്രോസസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ മീഡിയ എന്ന് പറയുന്നത് സ്റ്റോൺ മീഡിയ ആണ്. ഓക്കെ, ദ റീസെന്റ് ട്രെൻഡ് ഈസ് ടുവേഴ്സ് ദി യൂസ് ഓഫ് ലാർജ് സൈസ് stones, especially for high rate trickling filters. The current specification for stone media is that when mechanically graded over vibratory screen. Okay, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സ്റ്റോൺ മീഡിയസിന് ഇനി പറയാൻ പോകുന്ന കുറച്ച് സ്പെസിഫിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരു വൈബ്രേറ്ററി സ്ക്രീൻസിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്യുവാണ് അവർ. വൈബ്രേറ്ററി സ്ക്രീനിൽ കൂടെ അവർ ഗ്രേഡ് ചെയ്യുമ്പം ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്പെസിഫിക്കേഷൻ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 100% should pass through 110 mm square mesh. 110 mm square മെഷ് കൂടെ അതിനെ ഇങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പം 100% എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് പാസ് ചെയ്ത് പോകണം. ഓക്കെ, ആ സ്ക്വയർ മെഷിൽ കൂടെ. ഇത് 75 mm കൂടെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ വെയിറ്റിന്റെ 95 to 100% അതിൽ റീറ്റെയിൻ ചെയ്യണം. 50 mm സ്ക്വയർ മെഷ് ആണെങ്കിൽ 0.2% മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. 25 mm സ്ക്വയർ മെഷിൽ കൂടെ ആണ് നമ്മൾ വൈബ്രേഷൻ കൊടുക്കുന്നതെങ്കിൽ 0.1% മാത്രമേ, ടോട്ടൽ വെയിറ്റിന്റെ 0.1% മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ദ എബോവ് പെർസെൻറ്റേജ് ആർ ബൈ വെയിറ്റ് വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഈ പറയുന്നത്. അപ്പം ജസ്റ്റ് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അടുത്ത ഫിൽട്ടർ മീഡിയ നമുക്ക് പ്ലാസ്റ്റിക് മീഡിയാസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്ലാസ്റ്റിക് മീഡിയ is one of the most common type of synthetic media used for high rate and super rate trickling filters. ഓക്കെ, ഈ നമ്മൾ പറയുന്ന ഹൈ റേറ്റ് കൂടാതെ ഒരു സൂപ്പർ റേറ്റ്, കുറച്ചും കൂടെ ഹൈ റേറ്റ്, കുറച്ചും കൂടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടിയ ടൈപ്പ് ഓഫ് ട്രിക്കിളിംഗ് ഫിൽറ്റേഴ്സും ഉണ്ട്. അതിനാണ് സൂപ്പർ റേറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അതിനെപ്പറ്റി അത്രയും പഠിക്കാനില്ല. അപ്പം ഹൈ റേറ്റ് ആണെങ്കിലും സൂപ്പർ റേറ്റ് ആണെങ്കിലും അവിടെ നമുക്ക് സിന്തറ്റിക് മീഡിയ യൂസ് ചെയ്യാം. അതിലെ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് മീഡിയ ഹാവ് ഹൈ സ്പെസിഫിക് സർഫസ് ഏരിയ, ഹൈ വോയിഡ് സ്പേസ് ആൻഡ് ലോ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു റീസൺസ് കൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. Plastic media consist of interlocking sheets of plastic which are arranged like a honeycomb to produce highly porous and clog resistant media. Okay, അപ്പം highly porous ആയിട്ടുള്ള ക്ലോഗ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മീഡിയ ആണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് മീഡിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഹയർ ഹൈഡ്രോളിക് ആൻഡ് ഓർഗാനിക് ലോഡിംഗ് റേറ്റ് കിട്ടും.
In trickling filters employing synthetic media, aerobic organisms are present throughout the depth. Okay, അപ്പോൾ trickling filterൽ വിത്ത് സിന്തറ്റിക് മീഡിയയിൽ ത്രൂ ഔട്ട് ദി ഡെപ്ത് നമുക്ക് എയറോബിക് ഓർഗാനിസംസ് കാണും. അതുകൊണ്ട് തന്നെ ഹൈ ഓക്സിജൻ ട്രാൻസ്ഫർ കപ്പാബിലിറ്റി ആ പറയുന്ന മീഡിയാസിന് കാണും. ഓക്കെ, അതിന്റെ ഹൈഡ്രോളിക് ലോഡിങ്ങിന്റെ റേറ്റും ഓർഗാനിക് ലോഡിങ്ങിന്റെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫിൽട്ടർ as deep as 10 meter have been used with synthetic media. അപ്പോൾ 10 meter ഡീപ്പ് ആയിട്ടുള്ള ഫിൽട്ടർ മീഡിയ വരെയൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് മീഡിയാസ് യൂസ് ചെയ്യാം. സിന്തറ്റിക് ഫിൽട്ടർ ഹാവ് ബീൻ സക്സസ്ഫുള്ളി യൂസ്ഡ് ഇൻ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ സീവേജ് ഓർ ഡൊമസ്റ്റിക് സീവേജ് മിക്സ്ഡ് വിത്ത് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ സീവേജ്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ സീവേജോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് പ്ലസ് ഇൻഡസ്ട്രിയൽ സീവേജിന്റെ ഒരു മിക്സറിനോ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിന്തറ്റിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മീഡിയാസ് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ എന്താണ് എഫിഷ്യൻ്റ് ആണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് മീഡിയ എന്ന് പറയുന്നത് ഫിൽട്രേഷന്റെ കാര്യത്തിൽ. വേറൊരു ടൈപ്പ് ഓഫ് ഫിൽട്ടർ മീഡിയ ആണ് വുഡ് മീഡിയ. ഓക്കെ, വുഡ് മീഡിയ ഹാവ് ബീൻ യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റോക്ക് ഓർ പ്ലാസ്റ്റിക് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ സൂപ്പർ റേറ്റ് ഫിൽട്ടേഴ്സ് ഓർ റഫിംഗ് ഫിൽട്ടേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റഫിംഗ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു ഫിൽട്രേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ കൊടുക്കുന്ന ഒരു ട്രിക്ലിംഗ് ഫിൽട്ടറിനെയാണ് നമ്മൾ റഫിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റീസർക്കുലേഷൻ. ഓക്കെ, അനദർ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് എ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽട്ടർ ഈസ് റീസർക്കുലേഷൻ of a part of settled or filtered effluent which is in contrast to a conventional or standard rate trickling filter. Okay, റീസർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിലുള്ളത്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഫ്ലുവൻ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ആ ഫിൽറ്റേർഡ് ആയിട്ടുള്ള എഫ്ലുവൻറ്റിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മൾ എന്തെടുക്കും, ഒന്നും കൂടെ ആ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ കൂടെ റീസർക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാ കൺവെൻഷനലിലോ അല്ലെങ്കിൽ സ്ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിലോ അങ്ങനെ ഒരു പരിപാടി ചെയ്യത്തില്ലായിരുന്നു. ഹൈ റേറ്റിൽ മാത്രമേ അങ്ങനെ നമ്മൾ റീസർക്കുലേഷൻ ചെയ്യാറുള്ളൂ. റീസർക്കുലേഷൻ കൺസിസ്റ്റ് ഓഫ് റിട്ടേണിങ് എ പാർട്ട് ഓഫ് ഫിൽറ്റർ എഫ്ലുവൻറ്റ് ഓർ ഫൈനൽ എഫ്ലുവൻറ്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റോ അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് ഫ്രം സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എഫ്ലുവൻറ്റോ കുറച്ചെടുത്തിട്ടായിരിക്കും നമ്മൾ റീസർക്കുലേഷൻ ചെയ്യുന്നത്. Recirculation is necessary to provide uniform hydraulic loading as well as dilute the high strength wastewater. ഓക്കെ, ഹൈ സ്ട്രെങ്ത് വേസ്റ്റ് വാട്ടറിനെ ഡൈലൂട്ട് ചെയ്യുക, അതേപോലെ യൂണിഫോം ഹൈഡ്രോളിക് ലോഡിങ് കിട്ടുക. ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ രണ്ട് ഫങ്ഷൻസ് റീസർക്കുലേഷൻ ചെയ്യുന്നതിന്റെ. ഓക്കെ, ഇനി അടുത്തത് സിംഗിൾ സ്റ്റേജ് ആൻഡ് 2 സ്റ്റേജ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഹൈ റേറ്റ് തന്നെ നമുക്ക് സിംഗിൾ സ്റ്റേജ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആയിട്ടോ 2 സ്റ്റേജ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആയിട്ടോ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ സീവേജ് ഈസ് പാസ്ഡ് ത്രൂ എ സിംഗിൾ ഫിൽറ്റർ ഓൺലി. അവിടെ ഒരു ഫിൽറ്ററേ കാണത്തുള്ളൂ. ഇൻ കേസ് 2 or 3 ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാരലലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് ഫസ്റ്റ് ഫിൽറ്ററിലോട്ട് വരുന്നു, അതേപോലെ ആ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ തന്നെ വേണമെങ്കിൽ സെക്കൻഡ് ഒരു ഫിൽറ്റർ കാണും. അങ്ങനെ പാരലൽ അറേഞ്ച്മെന്റ് ആണ്, സീരീസ് അല്ല കേട്ടോ. ഒന്നിന് അടുത്ത സെയിം ആ എഫ്ലുവൻ്റ് തന്നെ അടുത്ത ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് പോകത്തില്ല, പാരലൽ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഓർക്കണം, സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ ഒറ്റ ഫിൽറ്ററേ ഉള്ളൂ, ആ ഒരു കാര്യം ഓർത്താൽ മതി. സീവേജ് ഇസ് ഹൗഎവർ റീസർക്കുലേറ്റഡ് ടു ഈച്ച് സിംഗിൾ സ്റ്റേജ്. ഓരോ സിംഗിൾ സ്റ്റേജിലോട്ടും അവിടെ റീസർക്കുലേഷൻ കാണും. ഇനി 2 സ്റ്റേജ് ആണെങ്കിൽ സീവേജ് ഇസ് പാസ്ഡ് സക്സസ്ഫുള്ളി ത്രൂ 2 ഫിൽറ്റേഴ്സ് പ്രൊവൈഡഡ് ഇൻ സീരീസ്. 2 സ്റ്റേജ് ആകുമ്പോൾ അവിടെ 2 ഫിൽറ്റേഴ്സ് എങ്കിലും കാണും, അത് സീരീസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഫിഗർ കാണിക്കാം. ഓക്കെ, ദസ് എ 2 സ്റ്റേജ് ഫിൽറ്റർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ കാണും, ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് കാണും. കാര്യം അതിൽ നിന്നുള്ള വെള്ളമാണല്ലോ, എഫ്ലുവൻ്റ് ആണല്ലോ നമ്മൾ എന്തെടുക്കുന്നത് ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് കാണും, 2 ഫിൽറ്റർ കാണും സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്നതും. പിന്നെ അതിന്റെ ഇടയ്ക്ക് 2 ഫിൽറ്ററിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മളൊരു ഇന്റർമീഡിയറ്റ് സെറ്റിലിംഗ് ടാങ്ക് കൊടുക്കും. ഒന്ന് വല്ലതും നമുക്ക് സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സെറ്റിലിംഗ് ടാങ്ക് കൊടുക്കും. അതിന്റെ കാര്യം നമുക്ക് ഉറപ്പില്ല, അത് നമുക്ക് ചിലപ്പം ചില കേസിൽ നമുക്ക് അത് ഇല്ലാതെയും ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്തുണ്ട്, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. ഓക്കെ, recirculation facilities are provided for each stage. The effluent from the first stage is applied on the second stage either after settlement or without settlement. Okay, അതെന്താണ് ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്നുള്ള എഫ്ലുവന്റിനെ നമുക്ക് ഡയറക്റ്റ് ഒന്നെങ്കിൽ അടുത്ത ഫിൽറ്ററിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്നത് ആ സെക്കൻഡ് ഫിൽറ്ററിലോട്ട് കൊടുക്കാം. ഓക്കെ, അതിന്റെ ഇമേജ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജിന്റെയും 2 സ്റ്റേജിന്റെ ഒരു ഫിഗറാണ്. സിംഗിൾ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരൊറ്റ ട്രിക്ലിംഗ് ഫിൽറ്റർ കാണത്തുള്ളൂ എന്നുള്ളത്. അപ്പം ഇൻഫ്ലുവൻ്റ് വരുന്നു. ഓക്കെ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് ആദ്യം വെള്ളം വരുന്നു. ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ടൊന്നുമല്ല, ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് മൊത്തത്തിൽ ഇൻഫ്ലുവൻ്റ് വരുന്നു. അപ്പം ആദ്യം പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന ആ വാട്ടറെ നമ്മൾ
നമ്മൾ ആദ്യത്തെ ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് വരുന്ന എഫ്ലൂവൻറ്റ് നമ്മൾ ലാസ്റ്റ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ക്ലാരിഫയറിൽ കൊടുക്കുന്നു. അവിടുന്ന് പിന്നെ അടുത്ത ലാസ്റ്റ് ആ വാട്ടർ എടുക്കുന്നു. അതാണ് എഫ്ലൂവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററേ ഉള്ളൂ. 2 സ്റ്റേജ് എന്ന് പറയുമ്പം ട്രിക്ലിംഗ് ഫിൽറ്റർ നമ്പർ 1 and 2 ഉണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻറ്റ്, പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്, ട്രിക്ലിംഗ് ഫിൽറ്റർ 1, എന്നിട്ട് ചിലപ്പോൾ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ക്ലാരിഫയർ കൊടുക്കും. അതാണിത്. അതിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിന് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ നമ്പർ 2 കൊടുക്കും. അതിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിനെ ഫൈനൽ ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് കൊടുക്കും. പിന്നെ എഫ്ലുവൻ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇതിനെ നമുക്ക് വേറൊരു ഫിഗറിൽ കാണിക്കാം. ഇത് നമ്മുടെ ലോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണെങ്കിൽ റീസർക്കുലേഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് ചെല്ലുന്നു. പിന്നെ അത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് ചെല്ലുന്നു. എഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ ഇവിടെ ഒന്നും റീസർക്കുലേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ഇനി സിംഗിൾ സ്റ്റേജ് ആയിട്ടുള്ള ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണെങ്കിൽ എന്താണ്, അവിടെ റീസർക്കുലേഷൻ കാണും അല്ലെ. മറ്റേ ഫിഗറിൽ ആ റീസർക്കുലേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമേജ് കൂടെ വെച്ചത്. അപ്പം PST പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിനെ ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കൊടുത്തു. സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് എഫ്ലുവൻ്റ് ആയിട്ട് പോയി. ഇനിയും ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതിന്റെ വഴിക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ റീസർക്കുലേഷൻ ചെയ്യും. തിരിച്ച് ഇങ്ങോട്ട് തന്നെ റീസർക്കുലേറ്റ് ചെയ്യും. അതാണ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 സ്റ്റേജ് ആകുമ്പോൾ എന്താണ്, പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ഇങ്ങനെ ഓർഡറിലങ്ങ് പോകും. PSTന്ന് ഫസ്റ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, സെക്കൻഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ, SST, പിന്നെ എഫ്ലുവൻ്റ് അങ്ങ് പോകും. ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ആദ്യത്തെ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് റീസർക്കുലേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ആണെങ്കിലും ഇവിടെ നിന്നുള്ള കുറച്ചെടുത്തിട്ട് റീസർക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. റീസർക്കുലേഷൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ അത് എഫ്ലുവൻ്റിനകത്ത് അത് കുറച്ചുകൂടെ എയറേഷൻ ഉള്ളതാണ്. അപ്പോൾ എയറിന്റെ പ്രസൻസ് കാണും. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആ പറയുന്ന ബയോളജിക്കൽ പ്രോസസ്സ് കിട്ടും. കാര്യം എയറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ അനറോബിക് കണ്ടീഷൻ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ റീസർക്കുലേഷൻ ചെയ്യുന്നത്. അതും ഹൈ റേറ്റിലേ ചെയ്യാറുള്ളൂ. Okay, 2-stage filtration will provide a high degree of treatment than the single-stage filtration. Okay, high degree ആണ് നമുക്ക് 2-stage ആണ് കുറച്ചും കൂടെ high degree of treatment കിട്ടുന്നത്. കാര്യം അവിടെ 2 ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. 2-stage filters are used for the treatment of strong sewage when the effluent BOD has to be less than 30 mg/L. സ്ട്രോങ് സീവേജ് ട്രീറ്റ് ചെയ്യാനാണ്. അങ്ങനെ ചെയ്ത് വരുന്ന എഫ്ലുവൻറ്റിനകത്ത് BODയുടെ വാല്യൂ 30 mg/L താഴെയായിരിക്കും. ആഫ്റ്റർ പ്രൈമറി സെറ്റിലിംഗ് ദ എൻറ്റയർ ഓർഗാനിക് ലോഡ് ഇസ് അപ്ലൈഡ് ടു ദി ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് അത് മൊത്തം ആദ്യമേ ഫസ്റ്റ് സ്റ്റേജ് ഫിൽറ്ററിലോട്ട് വിടും. ഡ്യൂ ടു വിച്ച് ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മൊത്തം അങ്ങോട്ട് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് അതിനെ നമുക്ക് റഫിംഗ് ഫിൽറ്റർ എന്നൊക്കെ പറയാം. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെത് BOD റിമൂവ് ചെയ്യുക, അതേപോലെ തന്നെ അതിനെ പ്രിപ്പയർ ചെയ്യുക, സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററിലോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അതിനൊരു പ്രിപ്പറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ റഫിംഗ് ഫിൽറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ SRTF സ്ലോ റേറ്റ് ആൻഡ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ്. മീഡിയയുടെ ഡെപ്ത് നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ HRTF ആകുമ്പോൾ മീഡിയ ഇച്ചിരി ഡെപ്ത് ഇച്ചിരി കുറയ്ക്കും. ഹൈഡ്രോളിക് ലോഡിങ്ങിന്റെ റേറ്റ് 1 to 4 ഉള്ളായിരുന്നു, ഇവിടെ ഇച്ചിരി കൂടും. ഓർഗാനിക് ലോഡിങ്ങിന്റെ റേറ്റും കൂടുന്നുണ്ട്. റീസർക്കുലേഷൻ തന്നെ ഇവിടെ യൂഷ്വലി നോട്ട് പ്രൊവൈഡ്, ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ റേഞ്ചാണ് 1:1 തൊട്ട് 4:1 വരെ കൊടുക്കാം. വോളിയം ഓഫ് ബെഡ് ഇതെന്ന് പറയുമ്പോൾ അധികം വോളിയം കാണത്തില്ല, എന്ന് വെച്ചാൽ ഡെപ്ത് അധികം ഇല്ലല്ലോ. പക്ഷെ ഇതിനേക്കാൾ ഒരു 5 ടൈംസോളം അതിന്റെ ബെഡിന്റെ വോളിയം കാണും. ഓക്കെ, പിന്നെ ഇന്റർവൽ ഓഫ് ഡോസിങ് 5 മിനിറ്റ് കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ 15 സെക്കൻഡ് കൂടുമ്പോൾ നമ്മൾ ഡോസിങ് കൊടുക്കുന്നുണ്ട്. സ്ലഫിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ആ റിമൂവ് ചെയ്യുന്നുണ്ടോ, മീഴത്തെ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് വിടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുള്ളൂ. ഇന്റർമീഡിയറ്റ് ആയിട്ടാണ്, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ലാൻഡ് റിക്വയർമെന്റ് ഇവിടെ കൂടുതലാണ്, SRTFൽ കൂടുതലാണ്. ഇവിടെ അധികം ലാൻഡ് റിക്വയർമെന്റ് ഇല്ല. ഫൈനൽ എഫ്ലുവന്റിനെ പറ്റി പറഞ്ഞാൽ BODയുടെ വാല്യൂ ഇവിടെയും പറയുന്നുണ്ട്. സെക്കൻഡറി സ്ലഡ്ജിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ്. ഓക്കെ, നേരത്തെ കണ്ട ആ ഒരു കമ്പാരിസൺ പഠിക്കണം കേട്ടോ. അതിലെ ഒരു 6-7 എണ്ണമെങ്കിലും പഠിക്കണം. ഒരു 7 മാർക്കിന് വന്നു കഴിഞ്ഞാൽ 7 പോയിന്റ്സിന്റെ ഡിഫറൻസ് എഴുതാൻ പറയും. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് അത്ര 7 പഠിക്കണം. ക്വസ്റ്റ്യൻ എത്രയാണോ, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അതനുസരിച്ച് നമുക്ക് അത് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി മെറിറ്റ്സ് ഓഫ് HRTF എന്ന് വെച്ചാൽ ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും, കാര്യം സ്മോളർ വോളിയം മതി. ഓക്കെ, ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. ബാഡ് സ്മെല്ലോ ഒന്നും അധികം കാണത്തില്ല. ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ആ ഫ്ലൈസിന്റെ പ്രശ്നമൊന്നും കാണത്തില്ല. തിൻ ജെലാറ്റിനസ് ഫിലിം പ്രൊഡ്യൂസ് അറ്റ് ദി ടോപ്പ് എന്ന് പറയുന്നത് എയറോബിക് ബാക്ടീരിയക്ക് ഒരു ഫുഡായിട്ട് കിട്ടും. ഇതിന്റെ വർക്കിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇനിയും ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഫ്ലുവന്റ് അധികം നൈട്രിഫൈഡ് അല്ല. നൈട്രിഫൈഡ് എന്ന് വെച്ചാൽ അമോണിയയുടെ പ്രസൻസ് ഒക്കെ ഫുള്ളി പോയി കാണത്തില്ലായിരിക്കും. അമോണിയയുടെ ഒക്കെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈസ് നോട്ട് ഫുള്ളി നൈട്രിഫൈഡ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പിന്നെയും ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ റോ സീവേജ് നമുക്ക് അതേപോലെ എടുത്തിട്ട് ഈ പറയുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പ്രൈമറി ട്രീറ്റ്മെന്റ് ചെയ്ത സീവേജ് മാത്രമേ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട്. ഇനി അടുത്തത് റീസർക്കുലേഷൻ റേഷ്യോ. ഓക്കെ, റീസർക്കുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് റീസർക്കുലേറ്റഡ് ഫ്ലോ ടു ദി സീവേജ് ഫ്ലോ. എന്തുമാത്രമാണ് റീസർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വാല്യൂ കാണുമല്ലോ, അതേ ഡിവൈഡഡ് ബൈ അവിടുത്തെ സീവേജിന്റെ ഫ്ലോ ആണ് റീസർക്കുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതിനെ R എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. ദിസ് റേഷ്യോ ഡിറ്റർമൈൻസ് ദി റിക്വയർഡ് കപ്പാസിറ്റി ഓഫ് റീസർക്കുലേറ്റിംഗ് പമ്പ്, ഹൈഡ്രോളിക് ലോഡ് ആൻഡ് ഫിൽട്ടർ. ഓക്കെ, കപ്പാസിറ്റി ഓഫ് റീസർക്കുലേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഈ R ന്റെ വാല്യൂ അറിയാമെങ്കിൽ R ഇൻറ്റു അവിടുത്തെ ഇൻഫ്ലുവൻഡ് സീവേജ് ഫ്ലോ ചെയ്താൽ മതി. ഹൈഡ്രോളിക് ലോഡ് കണ്ടുപിടിക്കാൻ ഈ R ന്റെ വാല്യൂ അറിയാമെങ്കിൽ 1+R ഇൻറ്റു അവിടുത്തെ ഇൻഫ്ലുവൻഡ് സീവേജിന്റെ ഫ്ലോയുടെ ഒരു അവിടുത്തെ എന്താണ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ ഡിസ്ചാർജിന്റെ വാല്യൂ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ റീസർക്കുലേഷൻ റേഷ്യോ അറിയാമെങ്കിൽ കപ്പാസിറ്റി ഓഫ് റീസർക്കുലേറ്റിംഗ് പമ്പ്, റീസർക്കുലേറ്റ് ചെയ്യുന്ന പമ്പിന്റെ കപ്പാസിറ്റിയും ഫിൽറ്ററിലോട്ടുള്ള ഹൈഡ്രോളിക് ലോഡും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സാധാരണ 0.5 തൊട്ട് 3 വരെയായിരിക്കും ഇതിന്റെ വാല്യൂ എക്സീഡിങ് 3 എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലാണ് ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് സീവേജ് ആണെങ്കിൽ. ഇൻഡസ്ട്രിയൽ സീവേജ് ആണെങ്കിൽ അത് 8 വരെയൊക്കെ പോകാം. ഓക്കെ, ഇനി അടുത്തത് റീസർക്കുലേഷൻ ഫാക്ടർ. ദ നമ്പർ ഓഫ് എഫക്റ്റീവ് പാസസ് ത്രൂ ദി ഫിൽട്ടർ ഈസ് നോൺ ആസ് റീസർക്കുലേഷൻ ഫാക്ടർ F. ഓക്കെ, ഒരു ഫിൽറ്ററിൽ കൂടെ എന്തുമാത്രം എഫക്റ്റീവ് ആയിട്ട് പാസ് ചെയ്തു ആ നമ്പറിനെയാണ് F അല്ലെങ്കിൽ റീസർക്കുലേഷൻ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് R എന്ന് പറയുന്ന റീസർക്കുലേഷൻ റേഷ്യോ, ഇവിടെ F എന്നൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത് ട്രീറ്റബിലിറ്റി ഫാക്ടർ ആണ്. ഓക്കെ, അപ്പം സീവേജിനൊക്കെ നമ്മൾ എഫിന്റെ വാല്യൂ 0.9 കൊടുക്കാറ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ആ 0.9 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്ത ടേം ആണ് ഹൈഡ്രോളിക് റീസർക്കുലേഷൻ ഫാക്ടർ. ദ നമ്പർ ഓഫ് ഹൈഡ്രോളിക് പാസസ് ഓഫ് റീസർക്കുലേറ്റഡ് സീവേജ് ത്രൂ ദി ഫിൽട്ടർ ഈസ് കോൾഡ് ഹൈഡ്രോളിക് റീസർക്കുലേഷൻ ഫാക്ടർ FH. ഓക്കെ, റീസർക്കുലേറ്റഡ് സീവേജ് എന്തുമാത്രം ഹൈഡ്രോളിക്കലി പാസ് ചെയ്തു അതിന്റെ നമ്പറിനെയാണ് ഹൈഡ്രോളിക്കൽ റീസർക്കുലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. FH എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇൻഫ്ലോ പ്ലസ് റീസർക്കുലേഷൻ ഡിവൈഡ് ബൈ ഇൻഫ്ലോ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെഴുതാം, 1+R എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ഫൈനലി റീസർക്കുലേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റീസർക്കുലേഷൻ എന്തെടുക്കുന്ന വെച്ചാൽ കീപ്സ് ദി സെൽഫ് പ്രൊപ്പൽഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റണ്ണിങ് അറ്റ് ദി ടൈം ഓഫ് റെഡ്യൂസ്ഡ് ഫ്ലോ. ഓക്കെ, അപ്പം നൈറ്റ് ടൈമിലും എന്താണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ റൺ ചെയ്യുക, അത് അങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ, കാരണം ഇടയ്ക്കിടയ്ക്ക് റീസർക്കുലേഷൻ കൊടുക്കുന്നതുകൊണ്ട് അതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നില്ല. തിക്നെസ് ഓഫ് ദി ബയോഫിലിൻ നമുക്ക് കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫിൽട്ടർ ഇൻഫ്ലുവൻറ്റ് കുറച്ചുകൂടെ ഫ്രഷ് ആക്കി വെക്കാൻ പറ്റും. കാര്യം അങ്ങനെ ഓർഡർ ഒന്നും പിന്നെ ഉണ്ടാകത്തില്ല, കാര്യം എയറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ റീസർക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻഫ്ലുവൻറ്റിനെ, ഫിൽറ്ററിലോട്ട് വരുന്ന ഇൻഫ്ലുവൻറ്റിനെ നമുക്ക് കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു റീസർക്കുലേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫിഷ്യൻസി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. എഫ്ലുവൻറ്റിന്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് അപ്ലൈഡ് സീവേജ് ഈസ് സീഡഡ് വിത്ത് ആക്റ്റീവ് ഓർഗാനിസം. ഈ പറയുന്ന റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന വാട്ടറിനകത്ത് എന്താണ് ആക്റ്റീവ് ഓർഗാനിസംസും എൻസൈംസ് ഒക്കെ കാണും. ഓക്കെ, അപ്പം അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഓഫ് ഫിൽട്ടർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ലാസ്റ്റ് റീസർക്കുലേഷൻ ലോഡ്സ് ഡീപ്പർ പോർഷൻ ഓഫ് ദി ഫിൽട്ടർ മോർ എഫക്റ്റീവ്ലി. ഓക്കെ, റീസർക്കുലേഷൻ കൊടുത്താൽ ആ ഫിൽട്ടറിന്റെ ഡീപ്പർ പോർഷനും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഈ ഒരു പോർഷനിൽ. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതുക, ലെക്ചർ നോട്ട് എഴുതുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ അസൈൻമെന്റ് ആയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.